ജീസസിനെ പുരോഹിത സംഘം അന്റോണിയോ കൊട്ടാരമുറ്റത്ത് കൊണ്ടുവന്നു. സമയം പൂർവാനത്തിൽ 10 മണിയായി കാണും. തിരുവായ അല്പം തുറന്ന് ശ്വാസോച്ഛ്വാസം ചെയ്തും വീർത്ത കൺപോളകളിൽ നിന്ന് രക്തം ഇറ്റുവീണും താണ്ഡനങ്ങളാൽ തകർന്ന ശരീരം വാടിയും കാവൽക്കാർക്ക് മധ്യത്തിൽ മുറ്റത്ത് ജീസസ് നിന്നിരുന്നു. പുരോഹിതന്മാരുടെ പരിപാടികൾ നടപ്പില്ലെന്ന് അവർക്ക് ബോധ്യമായി. ചിലർ പറഞ്ഞു, ഇനി ഇത് ജനങ്ങളുടെ പ്രശ്നമാക്കി മാറ്റണം. ജീസസിന്റെ രക്തം വേണമെന്ന് ജനങ്ങൾ നിലവിളിക്കട്ടെ. പീലാത്തോസ് ഇറങ്ങി വന്ന് താഴെ ആസനസ്ഥനായി. ജീസസിനെ ഹെറോദേസ് ഒരു വികട രാജവേഷം ധരിപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു. നിങ്ങൾ ഈ മനുഷ്യനെ വീണ്ടും എന്റെ മുമ്പിൽ ഹാജരാക്കിയല്ലേ? ഇയാൾ നാട്ടിൽ വിപ്ലവമുണ്ടാക്കുന്നുവെന്നതാണോ കുറ്റം? നിങ്ങളുടെ മുമ്പിൽ വെച്ച് വിചാരണ ചെയ്തതല്ലയോ? കുറ്റമില്ലെന്ന് കണ്ട് വിട്ടയച്ചതും നിങ്ങൾക്കറിയാമല്ലോ. ഹെറോദേസും കുറ്റമൊന്നും കണ്ടിട്ടില്ലല്ലോ. ഗവർണർ ഉച്ചത്തിൽ പറഞ്ഞു, അദ്ദേഹം ഇങ്ങോട്ട് തന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് വിധി. ഇയാളെ വധിക്കാൻ തക്ക കുറ്റമൊന്നും ഈ മനുഷ്യനിൽ ഞാൻ കാണുന്നില്ല. അയാൾ തുടർന്നു, വല്ല കുറ്റവും ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ ശിക്ഷിച്ച ശേഷം ഞാൻ സ്വതന്ത്രനാക്കും. കയ്യപ്പാസും കൂട്ടരും ജനങ്ങൾക്ക് ഉത്തേജനം നൽകിയതനുസരിച്ച് അവർ ബഹളമുണ്ടാക്കി. വലിയ കൂകലും ഓരിയിടലും. റോമാ ഗവർണർ അന്താളിച്ചുപോയി, അമ്പരന്ന് നിന്നു. ബറാബാസിനെ സ്വതന്ത്രനാക്കുക, ജീസസിനെ ക്രൂശിക്കുക എന്നതാണ് ബഹളത്തിൽ നിന്ന് ഉയർന്നു കേട്ട ശബ്ദം. പെസഹായ്ക്കൊരു തടവുപുള്ളിയെ സ്വതന്ത്രനാക്കാറുണ്ട്. ബഹളം കൂട്ടിയവരിൽ ചിലർ ബറാബാസിന്റെ സ്നേഹിതന്മാരുമുണ്ടായിരുന്നു. തലയൂരി പോകാൻ മാർഗമില്ലാതെ പീലാത്തോസ് പരുങ്ങുമ്പോഴാണ് ഈ നിർദ്ദേശം കേട്ടത്. 2 പേരിൽ ആരെയാണ് നിങ്ങൾക്ക് വിട്ടുതരേണ്ടതെന്ന് ചോദിച്ചാൽ നിശ്ചയമായും പാതകിയായ ബറാബാസിനെയല്ല, മഹാനായ ജീസസിനെ മോചിപ്പിക്കുമെന്ന് ജനങ്ങൾ പറയുമെന്നാണ് പീലാത്തോസ് ഊഹിച്ചതെന്ന് തോന്നുന്നു. കൈ രണ്ടും ഉയർത്തിപ്പിടിച്ച് അല്പം പരിഭ്രാന്തനായ ഗവർണർ ചോദിച്ചു, നിങ്ങൾക്ക് ആരെ മോചിപ്പിക്കണം? പാതകിയായ ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ജീസസിനെയോ? ബറാബാസിനെ. മനസ്താവ പ്രകടനം. എന്റെ ദൈവമേ, പാപങ്ങളെ അങ്ങയെ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ഞാൻ ഗ്രഹിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ പാപസാഹചര്യങ്ങളെ രക്ഷിച്ചുവെന്നും ഇനിയൊരു പാപം ചെയ്യുകയെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനിയൊരു പാപം ചെയ്യുന്നതിലേക്ക് മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.